ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഘം ഗണപതയേ നമഃ. ഓം ഐം സരസ്വത്यै നമഃ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീമദ് ഭഗവത്ഗീതായേ നമഃ. ഓം ശ്രീ വേദവ്യാസമഹർഷയേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗം. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിൽ ഭഗവാന്റെ വിശ്വരൂപമൊക്കെ കണ്ട് ആനന്ദഭരിതനായിട്ട് നിൽക്കുന്ന അർജുനൻ ഭഗവാനോട് പറയാണ്, ഭഗവാനെ അവിടുത്തെ പൂർവ്വരൂപം കാണിച്ചു തരണേ എന്ന്. അപ്പോൾ ഭഗവാൻ കാണിച്ചു കൊടുക്കും പൂർവ്വരൂപം. അപ്പോൾ സൗമ്യമായി മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പം എൻ്റെ മനസ്സൊക്കെ ശാന്തമായി, ഞാൻ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി എന്നൊക്കെ ഭഗവാനോട് പറയുമ്പം ഭഗവാൻ പറയാണ്, അർജുന, നീ കണ്ട എൻ്റെ വിശ്വരൂപമൊക്കെ കാണാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. ദേവന്മാർ പോലും കാണാനായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കണ ഈ രൂപം കാണാൻ വേദാധ്യയനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യാഗം കൊണ്ടോ ഒന്നും സാധിക്കില്ല. അതിന് എന്ത് വേണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ഏകാന്ത ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു ഭക്തൻ്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചിട്ട് എന്നെ പ്രാപിക്കലാണ് പരമലക്ഷ്യമെന്ന് കരുതുന്നവനും ദൃഢമായ ഭക്തിയുള്ളവനും ആസക്തി ഉപേക്ഷിച്ചവനും സകല ജീവികളിലും വൈരമില്ലാതെ എന്നെ ഭജിക്കുന്നവനും എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ ഒരു ഭക്തനാവണം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ അർജുൻ്റെ മനസ്സിൽ വരുന്ന സംശയമാണ്. അപ്പോൾ അർജുനൻ അടുത്ത ചാപ്റ്ററിലേക്ക് ചോദ്യം ചോദിക്കാനായിട്ടാണ് തുടങ്ങുന്നത്. അതങ്ങനെയാണല്ലേ, എല്ലാ ഉപനിഷത്തുകൾ പരിശോധിച്ചാലും നമ്മൾ ഗുരുഗീത, കുലാർണവതന്ത്രം, അങ്ങനെ കലിസന്ധർണോപനിഷത്ത്, അങ്ങനെ എല്ലാ ഉപനിഷത്തുകളിലും ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള സംവാദമാണ്. ഇപ്പോൾ ശ്രീ പാർവതീ ദേവി അമ്മ മഹാമായ ശ്രീ പരമേശ്വരനോട് ഉള്ള സംവാദം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം പറഞ്ഞുകൊണ്ടും ഉപദേശങ്ങൾ. അതുപോലെ നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദ്യങ്ങൾ ചോദിച്ചു പറയുന്നു. ഹയഗ്രീവ മഹർഷിയോട് അഗസ്ത്യ മഹർഷി. ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങ് ഇപ്പോൾ ഭക്തൻ ആവണമെന്ന് പറഞ്ഞു, അതെങ്ങനെയുള്ള ഭക്തനാവണം? ചിലർ ഭഗവാനെ തന്നെ മനസ്സുറപ്പിച്ചിട്ട് അങ്ങേ മാത്രം ഉപാസിക്കുന്നു. ചിലരാകട്ടെ നിർഗുണവും നിരാകാരവുമായിട്ടുള്ള ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. അപ്പം അർജുനൻ അവിടെ തോന്നി, അപ്പം സഗുണ സ്വരൂപ ഉപാസന വേണോ അതോ നിർഗുണ പരബ്രഹ്മോപാസന വേണോ ഭഗവാനേന്ന്? അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായമായ ഭക്തിയോഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തിയുടെ മഹത്വവും ഒരു യഥാർത്ഥ ഭക്തൻ്റെ ഗുണങ്ങളും വിശദീകരിക്കുന്ന അത്യന്തം മനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ്. അത് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. എന്താണ് ഗ്രേറ്റ്നെസ് ഓഫ് ഡിവോഷൻ, എന്താണ് ദ ക്വാളിറ്റീസ് ഓഫ് എ ട്രൂ ഡിവോട്ടി. അപ്പോൾ ബാക്കി അധ്യായങ്ങളിലൊക്കെ കർമ്മയോഗവും ജ്ഞാനയോഗമൊക്കെ കുറേ പറഞ്ഞ് ഇപ്പോൾ 12-ാം അധ്യായത്തിൽ ഭക്തിയോഗം, ഇത് മൂന്നും കണക്റ്റഡാണ്. ഭക്തി, ജ്ഞാനം, കർമ്മം. ജ്ഞാനുണ്ടെങ്കിലേ കർമ്മം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കർമ്മം ചെയ്താലേ നല്ല ജ്ഞാനം വരുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നല്ല ഭക്തി വരുള്ളൂ. അപ്പം ഇതെല്ലാം വേണം. ഇനി കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഇതെല്ലാം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് സങ്കല്പം എടുക്കാം. ഈ അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ രൂപത്തോടുകൂടി ആരാധിക്കുന്നവരാണോ ശ്രേഷ്ഠർ, അതോ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരാണോ ശ്രേഷ്ഠർ? അങ്ങയുടെ രൂപം വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഫോംലെസ് ആയിട്ടുള്ള അങ്ങയെ ആരാധിക്കുന്നതാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടികളാണ് 2 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ ഭഗവാൻ പറയുന്ന 2 വഴികളും മോക്ഷത്തിലേക്ക് നയിക്കും. എന്നാൽ നമുക്കൊക്കെ ഒരു രൂപമുണ്ട് അല്ലേ, ശരീരമുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് സാധാരണ മനുഷ്യർക്ക് ശരീരബോധമുള്ള മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക്, സാധാരണ മനുഷ്യർക്ക് സാകാര രൂപത്തിലുള്ള ഭക്തി മാർഗം എളുപ്പമാണ്. നിർഗുണ പരബ്രഹ്മത്തെ ഉപാസിച്ചാലും എന്നെ രൂപത്തോടു കൂടി ഉപാസിച്ചാലും
യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. പക്ഷെ എളുപ്പമുള്ള വഴി ദേഹത്തോടു കൂടിയതാണ്. ഇനി ദേഹത്തോടു കൂടി ഉപാസിച്ചാലും അവസാനം നമ്മൾ നിർഗുണ പരബ്രഹ്മത്തെ ഉപാസിക്കാൻ പഠിച്ചു തുടങ്ങും. ഇനി ഈ ശ്ലോകങ്ങൾ 6 മുതൽ 12 വരെയുള്ളതിൽ ഭഗവാൻ പറയണത് എങ്ങനെ അവിടേക്ക് എത്തിച്ചേരാമെന്നാണ്. ഇപ്പോൾ യഥാർത്ഥ ഭക്തനാവണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാവാം? മനസ്സെപ്പോഴും ഭഗവാനിൽ നിർത്തുക, അതിന് കഴിയണില്ലെങ്കിലോ സ്ഥിരമായിട്ട് അഭ്യാസം ചെയ്യുക. നിത്യാഭ്യാസി ആന എടുക്കുന്നല്ലേ. ഇനി അഭ്യാസവും ബുദ്ധിമുട്ടാണെങ്കിലോ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാകുന്നു, ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്ടമാകുന്നു, ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. അപ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളെയും ഫലം അങ്ങോട്ട് ഉപേക്ഷിക്കുക. ഫിക്സ് യുവർ മൈൻഡ് ഓൺ ഗോഡ്, പ്രാക്ടീസ് റെഗുലർലി, വർക്ക് ഫോർ ഗോഡ്, റിനൗൺസ് അറ്റാച്ച്മെൻറ്റ് ടു ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻസ്. കൃഷ്ണമണി മാം എപ്പോഴും പറയണതാണിത്. ഇനി അടുത്ത 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ യഥാർത്ഥ ഭക്തൻ്റെ ഗുണങ്ങൾ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും. എല്ലാവരോടും സ്നേഹവും കരുണയും ഉള്ളവരായിരിക്കും, അഹങ്കാരമില്ലാത്തവനായിരിക്കും, സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തനായവൻ, സമബുദ്ധിയുള്ളവൻ, ക്ഷമയുള്ളവൻ, ആരെയും വെറുക്കാത്തവൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ, ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉള്ളവൻ. അപ്പോൾ ഒരു ട്രൂ ഡിവോട്ടിയുടെ ഗുണങ്ങളാണ് പറഞ്ഞത് മുഴുവൻ, അല്ലേ? ഇനി അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് എന്താ മനസ്സിലാവണത്? ഭഗവാൻ പറയണ പുറമെയുള്ള ആചാരങ്ങളെക്കാൾ ഹൃദയത്തിലെ ശുദ്ധമായ ഭക്തിയെയാണ് ഭഗവാൻ വിലമതിക്കുന്നത്. ഭക്തി എന്ന് പറയണത് വെറും പൂജയോ ജപമോ യാഗമോ ഇതൊന്നും മാത്രമല്ല. ഓരോ പ്രവൃത്തിയും ഭഗവാന് അർപ്പിച്ച് ചെയ്യലാണ്. ഈ ഭക്തിയോഗം നമ്മളെന്താ പഠിപ്പിക്കണത്? ദൈവത്തിനെ സ്നേഹിക്കുക, ഭഗവാനിൽ എല്ലാം സമർപ്പിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുക, എല്ലാ സകല ചരാചരങ്ങളോടും കരുണ കാണിക്കുക, അഹങ്കാരം ഉപേക്ഷിക്കുക, എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെയുള്ള ഭക്തനാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ളത്. നോക്കുക, എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ചെയ്യണത്? നമ്മുടെ പേരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ വരട്ടെ. ഞങ്ങളുടെ ഗുരുനാഥയായ കൃഷ്ണമണി മാം പറയും, നമ്മുടെ പേരും ഭഗവാന്റെ ലിസ്റ്റിൽ വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ പറഞ്ഞ ഗുണങ്ങളുള്ളവരായി തീരാനായിട്ട് ശ്രമിക്കാം. സകലം ഗുരു സമർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.